രാജാതി രാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ യഹോവയെ എല്ലായ്പ്പോഴും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും എന്ന് ദാവീദ് പറഞ്ഞതുപോലെ ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസമായിരിക്കയാൽ നമ്മുടെ നാവിന്മേൽ എപ്പോഴും ദൈവത്തിന് സ്തുതി പറയുവാൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ, എപ്പോഴും സന്തോഷിക്കുവാൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത് പോലെ ഇതൊക്കെ നമുക്കും ഇഷ്ടമാണ്. പക്ഷേ പലപ്പോഴും കഴിയാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും മനഃപൂർവ്വമായി വചനം പറയുന്നതിനനുസരിച്ച് ഒരു ക്രിസ്തീയ ജീവിതം നമുക്കുണ്ടാകുവാനായി നമുക്കിന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാൻ പ്രിയമുള്ളവരെ. വളരെ ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും, പ്രശ്നങ്ങൾ കാണും. എങ്കിലും സകലതിനും പരിഹാരിയായിരിക്കുന്ന, സകല ചോദ്യങ്ങളുടെ ഉത്തരമായിരിക്കുന്ന, എല്ലാം നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമ്മൾ നിലവിളിച്ചാൽ, നമ്മൾ യാചിച്ചാൽ, മുട്ടിയാൽ ഒക്കെ തുറന്നു വരുന്ന നമ്മുടെ പിതാവിൻ്റെ ഹൃദയം, നമ്മുടെ നമുക്ക് വേണ്ടി മറുപടി നൽകുവാൻ കാത്തു നിൽക്കുന്ന കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലവും നിങ്ങളുടെ ഹൃദയങ്ങളുടെ നേർന്ന വിഷയങ്ങൾക്ക് മറുപടി തന്ന് നിങ്ങളുടെ തകർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് നിങ്ങളുടെ മുഖത്തിന് പ്രകാശമായിരിക്കുവാൻ, സന്തോഷം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ മുഖപ്രകാശക രക്ഷയായി കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലവും ഇറങ്ങി വരുവാനായി, നന്മ കൊണ്ട് നിറയുവാൻ, സമാധാനം കൊണ്ട് നിറയുവാനായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പോൾ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ട് പാടുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന പച്ച ദൈവമേ, നന്മകളുടെ കൂട്ടത്തിൽ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് വന്നാലും, എന്ത് വിഷയം വന്നാലും അതിന് മധ്യത്തിലും പാട്ട് പാടുവാനൊരു കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ലോകത്തിലുള്ള സകലതിനേക്കാളും, ഈ ലോകത്തിൽ ഞങ്ങൾ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്ന ആരെക്കാളും ഉപരിയായി യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ, പിതാവിനെ സ്നേഹിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുവാൻ, കർത്താവെ ഓരോ ദിവസവും പ്രഭാതങ്ങളിൽ കർത്താവിൻ്റെ ആലോചനകൾ കേൾക്കുവാൻ, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കർത്താവ് സംസാരിക്കുവാൻ, ദൈവമേ സ്വർഗത്തിൻ്റെതായിരിക്കുന്ന കാഴ്ചകൾ കാണുവാൻ, സ്വപ്നങ്ങൾ കൂടി ദർശനങ്ങളിൽ കൂടി ഒക്കെ സ്വർഗീയമായിരിക്കുന്ന കാഴ്ചകൾ ഞങ്ങൾ കാണുവാൻ, ദൂതന്മാരുടെ ശുശ്രൂഷകൾ ഞങ്ങൾ അനുഭവിക്കുവാൻ, അത്തരത്തിലൊരു ഉയർന്ന ആത്മീക ദൈവമേ ജീവനിലേക്ക് അവിടെ നിന്ന് ഞങ്ങളെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ മക്കളെയും കർത്താവെ അങ്ങനെ ഒരു ആത്മതലത്തിലേക്ക് അവിടെ നിന്ന് പ്രവേശിപ്പിക്കണമേ. ദൈവമേ, ഈ ഭൗമിക തലത്തിൽ, ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന ആവശ്യങ്ങൾ, കർത്താവെ ഞങ്ങളുടെ ജഡത്തിൻ്റെ ഇച്ഛകൾക്ക് വേണ്ടി ഒക്കെയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെക്കാൾ ഉപരിയായി, അതിനേക്കാൾ ഉപരിയായി ദൈവമേ, ദൈവമക്കൾ, കർത്താവിൻ്റെ ശിഷ്യന്മാർ, ദൈവമേ സ്തോത്രം, അവർ അനുഭവിച്ച ദൈവമേ ഉയർന്ന ഒരു ആത്മീക നിലവാരത്തിലേക്ക് ദിവസങ്ങളിൽ ഞങ്ങളെ കൊണ്ടുവരണമേ. ദൈവമേ, അധരങ്ങൾ കൂടി വരുന്ന അന്യഭാഷകൾ വ്യാഖ്യാനിക്കുവാൻ, അത് പ്രവചനത്തിൻ്റെ ആത്മാവായി മാറുവാൻ, ഇവർ ദേശങ്ങളെ നോക്കി പ്രവചിക്കുവാൻ, അവിടെ നിടവർത്തനമൊപ്പച്ച തലമുറകളെ നോക്കി പ്രവചിക്കുവാൻ, കർത്താവെ കാണുന്ന സാഹചര്യങ്ങളെ പറയുവാനല്ല, ദൈവം അതിൻ്റെ മീതെ ദൈവമേ ഇവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ വിളിച്ചു പറയുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ. സാധുക്കളുടെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല എന്നുള്ള ദൈവമേ വചനത്താൽ കർത്താവെ ഈ പ്രിയ മക്കൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി ഇവരുടെ ജീവിതങ്ങളിൽ വരട്ടെ, ഇവരുടെ കുടുംബത്തിലെ തലമുറകളിൽ വരട്ടെ. ദൈവമേ, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളിൽ ആ ദൈവമേ നന്മ സംഭവിക്കട്ടെ. ഹല്ലേലൂയ കർത്താവ്, ഇവർ ചെയ്യുന്ന ബിസിനസ്സുകളിൽ അത് സംഭവിക്കട്ടെ, ഇവരുടെ ജോലിയിൽ അത് സംഭവിക്കട്ടെ, വരുമാന മാർഗങ്ങളിൽ അത് സംഭവിക്കട്ടെ. അപ്പോൾ ചില പ്രിയപ്പെട്ടവർക്ക് ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല, ഭവനത്തിൽ കർത്താവെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുമില്ല. കർത്താവിൻ്റെ കരുതലുകൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന വ്യക്തികൾക്ക് അത്ഭുതകരമായി കർത്താവെ ഭക്തന്മാരെ കാക്കയിലൂടെ പോറ്റിപ്പുലർത്തിയ ദൈവം, ദൈവമേ ആ ഭരണിയിലെ എണ്ണയെ വർദ്ധിപ്പിച്ചു കൊടുത്ത ദൈവം, വിധവയുടെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും കുറയാതെ വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ച ദൈവം, ദൈവമേ ചില പ്രിയപ്പെട്ട മക്കളുടെ ആരും അധ്വാനിപ്പാൻ കഴിയാതിരിക്കുന്ന ചില ഭവനങ്ങളിൽ കർത്താവെ ദൈവത്തിൻ്റെ വലിയ കരുതൽ അവിടെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച എല്ലാ തടസ്സങ്ങളും അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ചില കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, വിദ്യാഭ്യാസത്തിൽ, ജോലികളുടെ കാര്യത്തിൽ, വിവാഹ ജീവിതത്തിൽ കർത്താവെ കയ്യെത്തും വഴിയിൽ പലതും നഷ്ടപ്പെട്ടത് പോകുന്നത് പോലെയുള്ള അവസ്ഥകളിൽ കഴിയുന്നവർക്കായി ദൈവമേ അത്ഭുത വഴികളെ അവിടെ നിന്ന് തുറക്കണമേ. അവരുടെ എല്ലാം ദൈവമേ പാരമ്പര്യങ്ങളിൽ നിന്ന് വന്നു കിടക്കുന്ന, ചില വ്യക്തികളുടെ പാരമ്പര്യങ്ങളിൽ നിന്ന് വന്നു കിടക്കുന്ന അവകാശവാദങ്ങൾ, നെഗറ്റീവായിരിക്കുന്ന ദുഷ്ടൻ്റെ ദൈവമേ അവകാശവാദങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ക്യാൻസലായി പോകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചില ശാപത്തിൻ്റെ ബന്ധനങ്ങൾ കർത്താവെ, മറ്റുള്ളവർ മനഃപൂർവ്വം വാക്കുകൊണ്ട് കെട്ടിയ ചില കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കുമെന്നുള്ള വചനത്തിൻ്റെ ശക്തിയാൽ കർത്താവെ ചില കുഞ്ഞുങ്ങളുടെ നേരെ, ചില തലമുറകളുടെ നേരെ, അവരുടെ വാഗ്ദത്തങ്ങൾക്ക് നേരെ പിശാച അസൂയയോടുകൂടി ചില വ്യക്തികളുടെ അധരങ്ങളിൽ കൂടി ദൈവമേ അവരുടെ നോട്ടത്തിൽ കൂടി ഒക്കെ ദൈവമേ വ്യാപരിച്ചു പോയിരിക്കുന്ന ചില തടസ്സങ്ങളെ അവിടെ ഈ ദിവസങ്ങൾ
തടസ്സങ്ങൾ എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ കർത്താവേ, കുഞ്ഞുങ്ങളെ ശാരീരികമായും മാനസികമായും ദൈവമേ ബാധിച്ചിരിക്കുന്ന വൈകല്യങ്ങൾ, പഠന വൈകല്യങ്ങൾ, കർത്താവേ സ്തോത്രം, ഓർമ്മക്കുറവുകൾ, ദൈവമേ ശ്രദ്ധയോടെ ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്ന അവസ്ഥകൾ, കർത്താവെ അവരിൽ വരുന്ന ക്ഷീണം, തുടരെ ദൈവമേ ശാരീരികമായി അസ്വസ്ഥപ്പെടുന്ന അവസ്ഥകൾ, അതിൽ നിന്നെല്ലാം കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തതുപോലെയുള്ള ചില ദൈവമേ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള പൂർണ്ണ ഡെലിവറൻസ് അത്ഭുതകരമായി ഇറങ്ങി വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. തലമുറകളുടെ വിവാഹങ്ങൾ വേഗത്തിൽ നടക്കട്ടെ. ഹല്ലേലൂയ. ദൈവമേ ദൈവരാജ്യ സംബന്ധമായി അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രത്യേകിച്ച് കർത്താവെ ഭീഷണികളിൽ ദൈവമേ ഭയന്ന ആരാധനയിൽ നടത്തുന്ന ദൈവമേ സഹോദരങ്ങൾക്കായി, ദൈവമക്കൾക്കായി, ദൈവദാസന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശത്രു എങ്ങനെ ദൈവമേ അവരെ ആക്രമിക്കുമെന്നും കെണിവയ്ക്കുമെന്നും ഭാരത്തോടുകൂടി ഓരോ രാത്രിയിലും കഴിയുന്ന ദൈവമേ അവരെല്ലാം ശുശ്രൂഷ ചെയ്ത സ്ഥലത്തൊന്നും നിൽക്കുവാൻ കഴിയാതെയൊക്കെ വല്ലാത്ത അവസ്ഥകളിലൊക്കെ ഭാരപ്പെടുന്നവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ദൂതന്മാരെ കൊണ്ട് അവിടെ നിന്ന് അവരെ സംരക്ഷിച്ചു കൊള്ളണമേ കർത്താവെ. ദൈവമേ ജനത്തെ സേവിപ്പാനായി കർത്താവെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ആക്കി വച്ചിരിക്കുമ്പോൾ അവർ ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച. പൈശാചിക അജണ്ടകളൊന്നും അവരെ തൊടാതിരിപ്പാൻ ദൈവമേ അവിടെ നിന്ന് സഹായിക്കണമേ. നല്ലൊരു ഭരണകൂടം അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ദൈവഭയമുള്ളവർ ദൈവമേ അധികാര സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് വരുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച. അധികാരികളോട് ദൈവം ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, ഇന്ന് പകൽക്കാലം രോഗികളെ ദൈവകരങ്ങളിൽ തരുന്നു. എല്ലാ രോഗങ്ങൾ, വിവിധ വേദനകൾ, പ്രയാസങ്ങൾ കർത്താവെ, പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ, ത്രോട്ട് ഇൻഫെക്ഷനുകൾ, ദൈവമേ ചെസ്റ്റിലെ ബുദ്ധിമുട്ടുകൾ കർത്താവെ, ബ്രോങ്കൽ അലർജികൾ, ചുമയുടെ പ്രയാസങ്ങൾ, പനിയുടേതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്ന പശ. ഹല്ലേലൂയ. ചില വിട്ടുമാറാത്ത രോഗങ്ങളെ ചൊല്ലിയുള്ള മാനസിക പ്രയാസങ്ങൾ, നിരാശയുടെ പടുകുടിയിലേക്ക് വീണുപോയവർ അപ്പാ തങ്ങൾക്ക് ദൈവമേ സൗഖ്യമാക്കുവാൻ, കൂടെ ഇരിക്കുവാൻ, ദൈവമേ ആശ്വസിപ്പിക്കുവാൻ ഒരു കർത്താവുണ്ടെന്നുള്ള ഉറപ്പിൽ കർത്താവെ അവസ്ഥകളിൽ നിന്ന് എഴുന്നേൽക്കുവാനായി പ്രാർത്ഥിക്കുന്നു. ശരീരം ബലഹീനമെങ്കിലും ആത്മാവ് ഒരുക്കത്തോടുകൂടി ദൈവസന്നിധിയിൽ ബലം പ്രാപിക്കുവാൻ ഇന്ന് പകൽക്കാലം അനേകരുടെ ജീവിതങ്ങളെ, ശരീരങ്ങളെ, ഏത് വിഷയത്തിൽ അവർ ഭാരപ്പെട്ടാലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള കർത്താവിൻ്റെ വാക്കിനാൽ അവരിന്ന് ബലപ്പെട്ട് എഴുന്നേൽക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യേശു അവരോട്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. കഥാവായിരിക്കുന്ന യേശുവിൻ്റെ രാജകീയ പ്രവേശനമായിരിക്കുന്ന ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് കടന്നുപോയി കർത്താവ് ദൈവാലയത്തിലേക്ക് കഴുതപ്പുറത്ത് പ്രവേശിക്കുന്ന ആ സമയത്ത് കർത്താവിൻ്റെ വായിൽ നിന്ന് വന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യത്തെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ആ കഴുതയുടെ പുറത്ത് രാജകീയ പ്രവേശനം പോലെ ആ ഹോസന്ന ഞായറാഴ്ചയിൽ, അല്ലെങ്കിൽ ആ വിശുദ്ധ പെസഹ ആഴ്ചയുടെയൊക്കെ മുന്നോടിയായി വരുന്ന ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം കർത്താവ് അവിടെ പ്രവേശിക്കുമ്പോൾ ആൾക്കാരെല്ലാവരും ഓടിക്കൂടി. അവർ വഴിയരികിലെല്ലാം തങ്ങളുടെ വസ്ത്രങ്ങളെ വിരിച്ചു. അവർ കുരുത്തോലകളും ഒലിവിൻ്റെ ശിഖരങ്ങളും ഒക്കെ കൊണ്ടുവന്ന് വഴിയിലെല്ലാം വിരിച്ചു. ഓശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവന് ഓശന്ന എന്ന് അവർ കർത്താവിന് ആർപ്പ് വിളികൾ മുഴക്കി. ഒരു വരാനുള്ള രാജാവിനെ എതിരേൽക്കുന്നത് പോലെ അവിടെ സംഭവിച്ചു. ഹല്ലേലൂയ. അപ്പോൾ മറ്റുള്ളവർക്കെല്ലാം, ശാസ്ത്രിമാർക്കും അവിടെയുള്ള അധികാരത്തിലിരുന്ന മതപുരോഹിതന്മാർക്കും അങ്ങനെയുള്ളവർക്കെല്ലാം അതിൽ ദേഷ്യമായി, അസൂയയായി. അപ്പോൾ അവരെല്ലാവരും, അവിടെയുള്ള ജനമെല്ലാം, കുഞ്ഞുങ്ങളും ഓടിക്കൂടിയ ജനങ്ങളെല്ലാവരും കർത്താവിനെ ഇതുപോലെ ആർപ്പ് വിളിക്കുന്നത് കൊണ്ട്, ഹോസാന വിളിക്കുന്നത് കണ്ട് അവർ നീരസപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവരോടെല്ലാം മിണ്ടാതിരിക്കുവാൻ അവർ പറയുവാൻ ആഗ്രഹിച്ചപ്പോൾ കർത്താവ് പറയുകയാണ്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ദൈവം ബലം കൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവിനെ സ്തുതിക്കേണ്ടത് നാം സ്തുതിക്കുക തന്നെ ചെയ്യും. മറ്റൊരു സ്ഥലത്ത് പറയുന്നത്, നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർക്കും. അപ്പോൾ ദൈവത്തെ സ്തുതിക്കേണ്ടുന്ന വ്യക്തികൾ സ്തുതിക്കേണ്ടുന്ന സമയങ്ങളിൽ സ്തുതിക്കാതിരുന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളുടെ വായിൽ നിന്ന് കർത്താവ് ദൈവത്തിനുള്ള പുകഴ്ച ഒരുക്കുക തന്നെ ചെയ്യും. ഇവിടെ പറയുന്നത്, ആ യഹൂദന്മാർക്ക് വേണ്ടി കർത്താവ് വന്നു. യഹൂദന്മാരുടെ രക്ഷയ്ക്കായി കർത്താവ് വന്നിട്ട് അവർ യേശുവിനെ അംഗീകരിച്ചില്ല. അവർ യേശുവിനെ തള്ളിക്കളഞ്ഞു, ക്രൂശിക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചു. പക്ഷേ അതുകൊണ്ട് രക്ഷ ജാതികളുടെ അടുക്കലേക്ക് വന്നു. ഹല്ലേലൂയ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങളെയും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളെല്ലാം തള്ളിക്കളഞ്ഞാലും
നിങ്ങളെ ചേർക്കുന്ന, നിങ്ങളെ ആദരിക്കുന്ന, മാനിക്കുന്ന ചില വ്യക്തികളെ ദൈവം നിങ്ങളുടെ മുമ്പിലും ഒരുക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് നിന്നായിരിക്കില്ല പലപ്പോഴും നമുക്കുള്ള മാന്യത കടന്നു വരുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ പരിഹസിക്കത്തക്ക തരത്തിൽ, നിങ്ങളെ മിണ്ടാതാക്കുന്ന തരത്തിൽ ഒക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ വാക്കുകൾ വന്നാൽ ഭാരപ്പെട്ടു പോകരുതേ. കർത്താവിനെ തള്ളിയെങ്കിൽ അവർ നമ്മളെ തള്ളുന്നതിലും അതിശയമില്ല. പക്ഷേ നമ്മുടെ മുഖത്തെ ആദരിക്കുന്ന, മാനിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ എല്ലാ തിരസ്കരണത്തെയും, പരിഹാസത്തെയും, നിന്ദയെയും, ഒറ്റപ്പെടുത്തലുകളെയും എല്ലാം നാളെ കർത്താവ് നിങ്ങൾക്കൊരു പുകഴ്ചയാക്കി മാറ്റുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഏതെങ്കിലും വിഷയങ്ങളിൽ ഹൃദയം തകർന്നിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും കർത്താവിനെ പോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പും ഒരു രാജകീയ പ്രവേശനവും നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായും സംഭവിക്കുക തന്നെ ചെയ്യും. തള്ളിയവരുടെ മധ്യത്തിൽ നിങ്ങളെ മാനിക്കുന്നൊരു ദൈവം കൂടെയുണ്ട്. ആമേൻ, ആമേൻ.